തുടങ്ങാം നമുക്ക്. ഇപ്പൊ നമ്മളെ പഠിപ്പിക്കാനുള്ള മാഷ് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു മുദ്രാവാക്യം വിളിച്ച് തുടങ്ങാം. ജോസഫ് സാറേ സിന്ദാബാദ്, ജോസഫ് സാറേ സിന്ദാബാദ്, പെരേര സാറേ സിന്ദാബാദ്, പെരേര സാറേ സിന്ദാബാദ്. ഞങ്ങളുടെ മാഷിനെ തൊട്ട് കളിച്ചാൽ, ഞങ്ങളുടെ മാഷിനെ തൊട്ട് കളിച്ചാൽ, ഞങ്ങളുടെ മാഷിനെ തൊട്ട് കളിച്ചാൽ, ഞങ്ങളുടെ മാഷിനെ തൊട്ട് കളിച്ചാൽ പുല്ലാണ് 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 പുല്ലാണ്. മാഷ് ഞങ്ങൾക്ക് പുല്ലല്ലേ. ഉഗാണ്ടയിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങളെ മന്ത്രിയാവാൻ പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് അങ്ങോട്ട് വരുത്തിയിരിക്കുന്നതിന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. വൺസ് മോർ, ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. നീ എന്താ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വരാതിരുന്നത്? എന്റെ പെങ്ങളൊന്ന് പ്രസവിച്ചു സാർ, അതേ ഞാൻ വരാതിരുന്നത്. ഇനി മേലാൽ ആവർത്തിക്കരുത് കേട്ടോ. അളിയനോട് പറയാം. അപ്പൊ മന്ത്രിയാൻ പ്രത്യേക കൊച്ചു നൽകുന്നതിന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. നമുക്കൊരു കാര്യം ചെയ്യാം, ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. എന്താണ് നിന്റെ പേര്? രാധാകൃഷ്ണൻ. എടാ വെറും രാധാകൃഷ്ണൻ എന്ന് പറയല്ലേ, ഭാവിയിൽ മന്ത്രിയാകണ്ടേ? അതുകൊണ്ട് ഇൻഷ്യലി ചേർത്ത് പറഞ്ഞ് KV രാധാകൃഷ്ണൻ. KV രാധാകൃഷ്ണൻ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് KVR. നിർത്ത്. എന്താണ് നിന്റെ പേര്? എന്റെ പേര് രാജപ്പൻ. എടാ വെറും രായപ്പെന്ന് പറയല്ലേ, ഭാവിയിൽ മന്ത്രിയാകണ്ടേ? ഇൻഷ്യലി ചേർത്ത് പറ. MG രാജപ്പൻ. MG രാജപ്പൻ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് MGR. MGR. MGR வாழ்க. MGR வாழ்க. MGR வாழ்க. MGR வாழ்க. MGR வாழ்க. MGR வாழ்க. MGR വീഴുകൈ. എടാ മോനെ നോക്കിയിരിക്കണ, ഒരു മന്ത്രി നമ്മൾ ആദ്യം അറിയണത് മറ്റേ മന്ത്രിയുടെ കസേര എങ്ങനെ വലിക്കണം എന്നുള്ളതാ. അവൻ എപ്പോഴേ വലിച്ചു തുടങ്ങി, അതുകൊണ്ട് കസേരയൊന്നും പിടിവിടാതെ അവിടെ തന്നെ ഇരിക്കേ. എന്താണ് നിന്റെ പേര്? എന്റെ പേര് OCR. OCR-ഓ? എന്റെ പേര് ഞാൻ തന്നെ ഇട്ടു സാർ. എന്താണ് ഈ OCR? എന്താണ്? എന്റെ പേര് രാജു എന്നാ. OC രാജു. OC ഇൻഷ്യല്. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് OPR. പെങ്ങളുടെ പേര് ഹണീബി. പിന്നെ വെല്ലുമ്മച്ചുണ്ട് കാലാപ്പാനിയോ, പഴയ മദ്യോ. അങ്ങനെയാണ് നിനക്ക് തീർച്ചയായിട്ടും മദ്യവും വീട്ടാളെ എല്ലാ വകുപ്പ് കൈ കിട്ടിട്ട് എന്നിട്ട് മതി ആക്രാന്താവേശമൊക്കെ. അപ്പൊ മന്ത്രി ഞാൻ പ്രത്യേക കൊച്ചു നൽകുന്നതിന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി പ്രതിജ്ഞ ചൊല്ലാം. നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ദിവസം പ്രതിജ്ഞ ചൊല്ലാറില്ലേ? എല്ലാവരും വലത്തെ കൈ നീട്ടി പിടിച്ചത് പോലെ. ഓ എടാ പിച്ചെടുക്കാനല്ലടാ പറഞ്ഞത്, ഇങ്ങനെ നീട്ടി പിടിക്കുക കറക്റ്റ് ആയിട്ട്. എനിക്ക് കേട്ടോളൂ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ വോട്ടർമാരാണ്. ഇലക്ഷൻ എടുക്കുമ്പോൾ കള്ളു കൊടുത്തും കാശ് കൊടുത്തും ഞാൻ അവരെ സ്വാധീനിക്കുന്നു. ഇലക്ഷൻ കഴിയുമ്പോൾ അവരെ കഷ്ടപ്പാടിലും അവരെ ദുരിതത്തിലും ഞാൻ സന്തോഷിക്കുന്നു. ജയ് സെക്രട്ടറി, ജയ് പാർലമെന്റ്, ജയ് ഖജനാവ്. കൊള്ളാലെ വീഡിയോ. നിനക്ക് തീർച്ചയായിട്ടും ധനവകുപ്പ് കിട്ടാനുള്ള എല്ലാ ആവശ്യത്തിന് മതി. ധനവകുപ്പ് കൈ കിട്ടിട്ട് എന്നിട്ട് മതി ആക്രാന്ത ആവേശം കേട്ടോ. അപ്പൊ മന്ത്രി ഞാൻ പ്രത്യേക കൊച്ചു നൽകുന്നതിന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. ഈ പേരിങ്ങനെ നിങ്ങൾ കൂടെ ഓർക്കണം. കാരണം നിങ്ങൾ ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി നടത്തുമ്പോൾ മാഷിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരണം കേട്ടാ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, മലയാളത്തിൽ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം. മലയാളത്തിൽ അക്ഷരമാലകൾ ചേർത്ത് ഭാവിയിൽ എങ്ങനെ മന്ത്രിയാവാന്ന് പഠിക്കാം. അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം. മാഷ് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. അത് തന്നെ. കാക്കാ കീക്കി കൂക്കു കേക്കേ കൈക്കോ കംകം. എവിടെ മുറ്റത്തൊരു മൈന തിരിഞ്ഞു നോക്കിയാൽ മൈന ഇരിക്കും. മൈനനെ പായിച്ചു ഇതെന്താ ഈ കാക്കാക്കൂട്ടി കല്ലിട്ട പോലെ? എടാ ഇതൊരു മന്ത്രി ക്ലാസ് ആണിത്, അതാണ് ശ്രദ്ധിക്കണം. എടാ മാഷ് ഓരോരോ വാക്കുകൾ എടുത്തെടുത്ത് പറഞ്ഞു തരും, അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചോദിച്ചാലും ഈ ആ മാത്രമല്ലോ. എടാ ക എന്ന് പറഞ്ഞാൽ കരക്കാരുടെ. അങ്ങനെയാണെങ്കിൽ ക എന്ന് പറഞ്ഞാൽ എന്താണ്? കരക്കാരുടെ കായോ? ഇത് കായല്ല, ഇത് കരക്കാരുടെ കാശുകൾ. കീ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിയാവണതിന് മുമ്പ് ഭാഷനാക്കല്ലേ. എടാ കീ എന്ന് പറഞ്ഞാൽ കീശയിലുള്ള. കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടാതെ. അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ കണ്ടൊരു നേതാവിന്റെ പേരാണ്, ഇപ്പൊ പുതിയതായിട്ട് വന്നു വയസ്സേന്ന. ആരാണ്? കെ കരുണാകരനല്ല. എടാ കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെയും കേന്ദ്രത്തിലെയും കാശുകൾ. കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കാക്ക കീക്കി കൂക്കു കേക്കെ കൈക്കോ കം കം. കുട്ടിക്ക് മനസ്സിലായോ സാറേ? അങ്ങനെയാണ് നമ്മൾ ഈ പഠിക്കുന്നത്. സിംഗള ഭാഷയോ? പ്ലീസ് റിപ്പീറ്റ്.
കുട്ടി ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായി. അതല്ല കുട്ടി ഉദ്ദേശിച്ചത്. അത് ഞാൻ നിങ്ങൾ ഒരിക്കലും പഠിപ്പിക്കുകയല്ല. നിങ്ങൾ ഇവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി കേസിലും പീഡന കേസിലൊക്കെ പ്രതിയായി കഴിഞ്ഞ് നിങ്ങളുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ഈ ഇരിക്കുന്ന ജനങ്ങൾ മൂക്കുകൊണ്ട് നിലത്ത് വരയ്ക്കുന്ന സാധനമാണ്. അപ്പൊ മന്ത്രിയാകുമ്പോഴത്തേക്ക് കൊച്ചു നൽകുന്നതിന്റെ പേരെന്താണ്? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഏതായാലും ഇവിടുത്തെ പഠനം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ മന്ത്രിയാകും. മന്ത്രിയായ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വീട്ടുകളെ വോട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഈ പൊതുയോഗങ്ങളും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട വോട്ടർമാർ നിങ്ങൾക്ക് തരുന്ന നിവേദനം നിങ്ങൾ എന്ത് ചെയ്യും? കടലാസ് കൊണ്ടുവന്നിട്ടുണ്ടോ? എടുക്ക, പോക്കറ്റിൽ നിന്ന് എടുക്ക്. ഇത് പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്ക് തന്ന നിവേദനം. ഒന്ന് വായിച്ചു നോക്കി. സ്പീഡിൽ അതിവേഗം ബഹുദൂരം സ്പീഡ്. ഓക്കെ, ഇതൊന്നും വേണ്ട. ഒരു കാര്യം, അത് ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നല്ലോണം നിങ്ങളുടെ കാർപ്പിക്കാണ്ട് അങ്ങോട്ട് തുപ്പങ്ങോട്ട് ചുരുട്ടിക്കൂട്ട്. ആ കാലിൻ്റെ ഉള്ളിൽ ചവിട്ടിക്കൂട്ടി. എന്നിട്ട് അതെടുത്ത് പള്ളലേക്ക് വിളിച്ചെറിഞ്ഞ് ഇതാണ് നിവേദനം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലായോ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. മന്ത്രിയാൻ പ്രത്യേക കോച്ച് നൽകുന്നതിന്റെ പേരെന്താണ്? നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഭാരതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരണം. കുട്ടി, എന്താണ് എന്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയൂ. ആയോ? എടാ പൊന്നുമോനെ, ഇതിന്റെ പെറ്റമ്മയാണ് നമ്മുടെ ഭാരതാംബ. നമ്മുടെ അമ്മയാണിത്. ഇതാണ് അമ്മ. അങ്ങനെ പഠിക്കുക. കുറച്ചാളയുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് കണ്ട മോനെ MGR ഇവൻ പറഞ്ഞ പോലെ ആ എന്നുള്ള ഉത്തരം വേണ്ട. എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത് പറയൂ. അത് 3 കളറിലുള്ള ഒരു തോർത്ത്. ഓ എന്റെടാ പൊന്നുമുത്തേ, ഓ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, ഇത് നമ്മുടെ അമ്മയാണ്, നമ്മുടെ പെറ്റമ്മ, നമ്മുടെ ഭാരതാംബ. ആ ഇംഗ്ലീഷ് മീഡിയ കുഴപ്പമില്ല. അപ്പൊ എന്റെ പൊന്നോപ്പിയാറെ, ഇവര് പറഞ്ഞ പോലെ വിഡ്ഢിത്തം പറയരുത്. വളരെ ആലോചിച്ച് സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി വേണം ഉത്തരം പറയാൻ. എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത് പറയൂ. അത് ഇവരുടെ രണ്ടുപേരുടെ അമ്മ. ഓ എന്റെടാ പൊന്നുമന നല്ല. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ക്ലാസ്സിന്റെ ക്ലൈമാക്സിലേക്ക് കിടക്കുകയാണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന അനുസരിച്ചിരിക്കും നിങ്ങൾ ഭാവിയിൽ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, മുഖ്യമന്ത്രിയൊക്കെ ആവുന്നത്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. 12 മക്കളെ പെറ്റതള്ളേ. അവർക്ക് അങ്ങനെ തന്നെ വേണം. നിന്റെ മക്കളിൽ ഞാനാണ് ഡാഷ് ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. ജോസഫ് ഫ്രാൻസിസ് പെരേര